ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാഗ് ബാങ്കോയിൽ എങ്ങനെയാണ് നമുക്ക് അനലറ്റിക്സ് നോക്കുക എന്നുള്ളത്. അതായത് എത്ര പേര് നമ്മളെ കോഴ്സിന് ജോയിൻ ചെയ്തു, എത്ര പേര് നമ്മളെ പേജ് വിസിറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അനലറ്റിക്സ് അറിയാൻ പറ്റും. ഈ അനലറ്റിക്സ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ അനലറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു മെനു ആയിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്കൗട്ട് പേജ്, നിങ്ങളെ ചെക്കൗട്ട് പേജ്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആ ഒരു പേയ്മെന്റ് പേജ് എത്ര പേര് വിസിറ്റ് ചെയ്തു, അതായത് ഇവിടെ ടോട്ടൽ മാംഗോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾ മാംഗോസ് എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ പേയ്മെന്റ് പേജ്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേയ്മെന്റ് പേജസ് ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് പേജസ് എല്ലാം കൂടി ടോട്ടൽ എത്ര പേര് കണ്ടു, അതിൽ എത്ര പേര് പേയ്മെന്റ് ചെയ്തു, അതിൽ എത്ര പേര് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അതല്ല വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓരോ പേയ്മെന്റ് പേജസ് ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ആ പേയ്മെന്റ് പേജ് എത്ര പേര് വിസിറ്റ് ചെയ്തു, എത്ര പേര് അതിൽ ക്ലിക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ട്രാൻസാക്ഷൻസ്, ടോട്ടൽ നിങ്ങൾക്ക് എത്ര ഏർണിങ്സ് വന്നു, എത്ര സെയിൽസ് വന്നു, അതിൽ എത്ര റീഫണ്ട് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലിറ്റിക്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡെമ്മി അക്കൗണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ വേറെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊന്നും കാണാത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ എത്ര യൂസേഴ്സ്, എത്ര സൈനപ്സ് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ഇമെയിൽസ് സെൻഡ് ചെയ്തു, എത്ര വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ സെൻഡ് ചെയ്തു, എത്ര നോട്ടിഫിക്കേഷൻസ് പോയി, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി പേജ് വ്യൂ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളെ വെബ് പേജസ്, അതായത് നിങ്ങളെ ലാൻഡിംഗ് പേജസ് ടോട്ടൽ എത്ര പേര് വിസിറ്റ് ചെയ്തു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കോഴ്സസ് എന്നുള്ള ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തം കോഴ്സസ്, ഇപ്പോൾ മൾട്ടിപ്പിൾ കോഴ്സസ് ഉണ്ടെങ്കിൽ ഓൾ കോഴ്സസ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീഷൻ റേറ്റും അതുപോലെ അസൈൻമെന്റ് സബ്മിഷൻസും കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് കോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സസിൻ്റെതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റ് റേഞ്ചിൽ വന്ന ട്രാൻസാക്ഷൻസ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നോക്കാനുള്ള ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഡേറ്റ് വൈസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ ഇത്രയും അനലറ്റിക്സ് നമുക്ക് ഈ ഒരു ടാഗ് മാംഗോയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതോടെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോച്ചിങ് കൺസൾട്ടിങ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.